This is the last day of the year. അടുത്ത വർഷം കാണാം ഗായ്സ്. എന്റെ കൂടെ വേറൊരു യൂട്യൂബർ ഉണ്ട്. തിരുവനന്തപുരം മൊത്തം ലൈറ്റ് ചായ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചായയിൽ ലൈറ്റ് വെച്ചു. യോഗമുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബറിന്റെ അവസാനത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്ത ഒരു യൂട്യൂബറാണ്. So this is the last day of the year, guys. Of course, അതിനോടൊപ്പം തന്നെ ലാസ്റ്റ് വ്ളോഗ് ഓഫ് ദി ഇയറും കൂടെയാണ്. ബെറ്റ്സി, താങ്കളുടെ അഭിപ്രായം എന്താണ്? ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദി ഇയർ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷം? കുഴപ്പമില്ല, ചെറിയ ചെറിയ മൂഞ്ചലുകളും പണികളും പോയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അടിപൊളി വർഷമായിരുന്നു. അതെ, ഓക്കെ. ഇതാണ് നമ്മുടെ ബെറ്റ്സിയുടെ അഭിപ്രായം. നമുക്ക് ബാക്കിയുള്ള അഭിപ്രായം കോളേജിൽ പോയിട്ട് ചോദിക്കുന്നത്. അടുത്ത വർഷം ഇങ്ങനെ നന്നാവാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാ വർഷവും 31 ഞാൻ വിചാരിക്കും 1-ാം തീയതി നന്നാവണം. അത് 31-ാം തീയതി മാത്രം തോന്നുന്ന ഒരു തോന്നലാണ്. നാളെ മുതൽ നന്നാവണം. രാത്രി 12 മണിയാകുമ്പോൾ തോന്നും അടുത്ത വർഷം നന്നാവും. ഞാനും കണ്ടില്ല നാളെ നന്നാവുന്ന വിചാരിച്ചു ട്രയലിൽ കൊണ്ട് രാവിലെ നേരത്തെ എണീറ്റൊരു ഡേ ഓഫ് ദി ഇയർ ആണ്. താങ്കളുടെ അഭിപ്രായം പറയും. ഹൗ വാസ് യുവർ ഇയർ? 2024 എങ്ങനെ ഉണ്ടായിരുന്നു? പറയൂ. അമേസിങ്, റിയലി റിയലി അമേസിങ്. നമ്മൾ ഞാൻ വ്ളോഗ് ഓൾറെഡി തുടങ്ങി. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഹൗ വാസ് യുവർ, നിങ്ങളുടെ 2024 എങ്ങനെയായിരുന്നു? ഗായ്സ്, അപ്പം നമുക്കിനി അടുത്ത വർഷം കാണാം ഗായ്സ്. ബൈ ഗായ്സ്. എത്ര കാലങ്ങളിൽ മാത്രം ചളി അടിക്കാൻ വേണ്ടി ഒരുത്തനുണ്ട്. നീ പറഞ്ഞോട്, ഇന്നലെ ഇറക്കിയ ചളി പറഞ്ഞോട്. പറ, ഇന്നലെ ഇറക്കിയ ചളി എന്ന് പറയുന്നത് യൂണിബിക്ക് എന്താ പറയാ, യൂണിബിക്ക് പകുതിയാക്കി എന്താകും? അത് അരയല്ലേ അരബിക്കാവും. അവിടെ കൂടെ ആദ്യം ചേരുന്നു. ഹൗ വാസ് യുവർ 2024? ബിക്കോസ് വി ആർ അൻ ദി എൻഡ് ഓഫ് 2024 നൗ. സോ വേറെ ശില്പ നമ്മളുടെ കൂടെ ചേർന്നു. ശില്പ, കം ഓൺ, ഹൗ വാസ് യുവർ 2024? പ്ലീസ് റിവ്യൂ, because we are in the last day of 2024. How are you going to plan today's new year? Any new year plans and resolutions? New year ഉള്ളൂ, നിനക്ക് നല്ലൊന്നും. A few hours later. എന്റെ കൂടെ വേറൊരു യൂട്യൂബർ ഉണ്ട്. എന്റെ കൂടെ ഒരു യൂട്യൂബർ ഉണ്ട്. ഇതാണ് സ്റ്റെഫി സിലു. ഞാൻ ധ്രുവ് കൃഷ്ണ. This is Steffi here. Subscribe to my channel. This is Dhanush അല്ല, ധ്രുവ് വിക്രം അല്ല, ധ്രുവ് കൃഷ്ണ from psychology. അപ്പോ ബാക്കി പറയാം. നമ്മൾ ഇന്നിപ്പോ കനകുന്നിലാണ് നിൽക്കുന്നത്. ഇന്ന് ഡിസംബർ 31 ലാസ്റ്റ് ഡേ ഓഫ് ദി ഇയർ ആണ്. 2024 അവസാനത്തെ ദിവസമാണ്. നമ്മളിവിടെ എന്താണ് പുതുവർഷം കാണാൻ വന്നിരിക്കുകയാണ്. പുതുവർഷം കാണാൻ പുതുവർഷം കാണാൻ ഇങ്ങനെ ഒട്ടി വിരിയും. ഇപ്പൊ നമ്മളത് കാണാനും ഇവിടെ വൈദ്യാനുമാണ് വന്നിരിക്കുന്നത്. സോ കാണിച്ചു കൊടുക്കുക. അവിടെ ലൈറ്റ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ, കാണിച്ചു കൊടുക്കുക. സോ ഇവിടെയാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. ദിസ് ഈസ് ധ്രുവ് കൃഷ്ണ, the new YouTuber of the town. Please subscribe to the channel. Hello vlogger, come on. അടുത്ത നമ്മൾ എവിടെയാണ് പോകുന്നത്? അപ്പോൾ നമ്മൾ മാനവീയം പോകുന്ന രീതിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ലൈറ്റ് ഒക്കെ കണ്ട് നടക്കാണ്. തിരുവനന്തപുരം മൊത്തം. അതെ നല്ല ലൈറ്റൊക്കെ കണ്ടു കൺവിൻസ് ചെയ്യാൻ പോയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. അവിടെ എഴുതിയിട്ടുണ്ട്. അതെ, കേരളീയമായതുകൊണ്ട് കേരളം ഉണ്ട്. കേരളീയം മറ്റു സംഭവമില്ലേ? അത് മറ്റത്, അത് ഈ വർഷമില്ല. ഓക്കെ, കൊറേ ലൈറ്റ്സ് ഉണ്ട്. ഫ്ലവർ ഷോയോ? കൊറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്റെ വ്ളോഗ് ഇങ്ങനെയല്ല, എനിക്ക് ടച്ച് വിട്ട് പോകുന്നു. കുറച്ച് ദിവസമായി വ്ളോഗ് എടുത്തിട്ട്. മാനവീയം വീതിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്താ അതെ, ഓട്ടം തുള്ളൽ മത്സരമാണ് താങ്കൾ കാണാൻ.
യന്ത്രം ഉപയോഗിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വണ്ടി. വണ്ടി. അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു സിപ്പം ഫ്രണ്ടിലോട്ട് വീഴുമെന്ന്, പക്ഷെ വീഴത്തില്ല. ഞാൻ വിചാരിക്കും, ബിക്കോസ് എൻ്റെ വിചാരണയാണ്. നമ്മൾ അടുത്ത ഏത് സ്പോട്ടിലാണ് പോകുന്നത് ഗൈസ്? നമ്മൾ ഫുഡ് കഴിക്കണം. അതിനുള്ള സ്പോട്ട് നമ്മൾ തപ്പാൻ പോവുകയാണ് ഗൈസ്. ഗൈസ് പിന്നെയും നമ്മൾ വന്നിരിക്കുകയാണ്. നിന്ന് ശോഷിച്ചത് കൊണ്ട് നമ്മൾ ജ്യൂസ് കുടിക്കാനായിട്ട്. എനിക്ക് ശോഷിപ്പുണ്ട്, അല്ലാത്ത ശോഷിപ്പുണ്ട്. സോ വി ആർ ഗോയിങ് ടു ഹാവ് സം ജ്യൂസ് ഫ്രം ബേ ഫ്രൂട്ട് മലബാർ സ്നാക്സ് എന്നാണ് കടയുടെ പേര്. ചായ കുടിച്ചതിൻ്റെ റിഗ്രറ്റിലിരിക്കുന്ന ആദി. അനന്തരം തിരുവനന്തപുരം തന്നെയല്ലോ, എൻ്റെ സ്ലാങ് ഇങ്ങനെയല്ലല്ലോ. അടിമത്രപ്പിന് തിരുവനന്തപുരത്തല്ല തന്നെ കൊല്ലത്തോ? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സ്റ്റാർബക്സിലോട്ട് പോകുന്നു ഗൈസ്. നമ്മൾ സ്റ്റാർബക്സിൽ ആദ്യമായിട്ട് പോവുകയാണ്. ആദ്യം പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആദ്യത്തെ പോക്കാണ് ഗൈസ്. സ്റ്റാർബക്സിൽ 24 hours സർവീസ് ഉള്ള സ്റ്റാർബക്സിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ സ്റ്റാർബക്സിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ ആദ്യം ചേരുന്നു. യൂട്യൂബർ ധ്രുവ് ഉണ്ട്. സ്നാപ്പിൽ ബിസിയാണ്. ആൻഡ് ഷാനിൽ അവിടെ റേറ്റ് എത്രയായിരിക്കും എന്ന് ഞെട്ടി ഇപ്പോഴേ ബോധം കെടാണ്ടിരുന്നാൽ അത്രയും നല്ലത്. ഗൈസ് അവിടെ DJ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. പെട്ടെന്ന് കഴിച്ച് നമുക്ക് പെട്ടെന്ന് പോവാം. ധ്രുവ് നമുക്ക് കാണിച്ചു തരും എവിടെ എന്തൊക്കെ ഇത്തരം സ്ഥലങ്ങളുണ്ടെന്ന്. നിർത്തമാട്ടെ. ബട്ടർ കപ്പല്ലേ, ബട്ടർ ഹാഫ് റെസ്റ്റോ കഫേ ിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. റിവ്യൂ തപ്പിക്കൊണ്ടിരിക്കുന്നു ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കയറാം അല്ലേ? ഓക്കെ. നാളെ ന്യൂ ഇയറും കൂടെ ആയതുകൊണ്ട് ശുഭാരംഭം. ആദ്യം മറ്റേ ജോക്ക് ഒന്ന് പറഞ്ഞോട്. ഞാൻ ചോദിച്ചു, ഇവൻ ബൂസ്റ്റ് കടയിൽ കയറിയപ്പോൾ ഞാൻ ബൂസ്റ്റ് കുടിച്ചു. ഇവൻ പറഞ്ഞു ഒരു ലൈറ്റ് ചായ വേണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ലൈറ്റ് ചായ എന്ന് പറഞ്ഞാൽ എന്താ? ചായയിൽ ലൈറ്റ് കത്തു. നമ്മളിപ്പോൾ A Square ബിരിയാണിയിലാണ്. ശാസ്ത്രം സ്ക്വയർ ബിരിയാണിയിലാണ്. പീസ്ഫുൾ ആയിട്ട് നല്ല കാറ്റൊക്കെ അടിക്കുന്നു. ഇവന്റെ വീട്ടിലൊരു കോഴി ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് കോഴിയാണ് സ്റ്റാൻഡിങ് വിത്ത് മീ. അപ്പം അതുകൊണ്ട് ഇവൻ കഴിക്കുന്നില്ല. നമ്മൾ ഒരു പ്ലെയിൻ ദോശ ഇവൻ ലാസ്റ്റ് ഡേ ഓഫ് ദി ഇയർ ആണ് ഗൈസ്. നമ്മളിന്ന് മാക്സിമം തട്ടി വിഴുങ്ങുകയാണ്. സോ നാളെ മുതൽ ഇതൊന്നും നടക്കത്തില്ല. പ്ലെയിൻ ദോശ എന്ന് പറയുമ്പോൾ മറ്റേ പേപ്പർ ദോശ. സോ നമ്മുടെ കൂടെ ആദ്യം ചേരുന്നു ഗൈസ്. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അതെ ഗൈസ്, നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഓർഡർ ചെയ്തത്? അറിഞ്ഞില്ല. ഓക്കെ, അപ്പം ചളി പറയാൻ ഇവിടെ ഞാനുണ്ട്, വേറെ ആള് വേണ്ട. ഓക്കെ, ആദിയുടെ പെറോട്ട വന്നിരിക്കുന്നു ഗൈസ്. ചിക്കനെ കണ്ടിട്ട് ചിക്കനാണോ ചോദിക്കുന്നു ഗൈസ്. എന്താണ് ആദി? അന്നടാ ബീഫ് ഫ്രൈ. അന്നടാ വന്നു അതിൻ്റെ ദോശ അങ്ങനെ വന്നിരിക്കുന്നു ഗൈസ്. ഐ ആം ഗോണ ഈറ്റ് ഇറ്റ്. ഇവിടെ സാധാരണ ദോശ, ഇവിടെ എന്തോ ദോശ ഗൈസ്. അപ്പോൾ അതെ, അയ്യോ എന്തായിരുന്നു ഫുഡ്? എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ഇപ്പൊ ഗൈസ് ഇവിടെ ഭക്ഷണവുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ്. നിങ്ങളുടെ വ്ളോഗറിനെ തന്നെ ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. വ്ളോഗർ അവിടെ ഒരു വലിയൊരു ദോശയായിട്ട്, പിന്നെ ഇതെന്താ കോഴിക്കാല അതോ ബീഫാണോ എന്തോ ഒരു പക്ഷിയോ മൃഗത്തെയോ അടിച്ച് ഒന്ന് കറി വെച്ച് കഴിക്കുകയാണ് നിങ്ങളുടെ വ്ളോഗർ. ഓഹ്, വാട്ട് ആൻ എക്സ്പ്രഷൻ. കൃഷ്ണ, വൻ ഏറ്റുമുട്ടലാണ് ഗൈസ്. ദോശയും സ്റ്റെഫിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ. പാവം ദോശ ഇങ്ങനെ ഇരിക്കുന്നു. അമേസിങ്. അതെ, റിയലി അമേസിങ് എന്ന് പറഞ്ഞുകൊണ്ട്
ദോശയുമായിട്ടുള്ള മൽപ്പിടുത്തം. അയ്യോ എനിക്കൊന്നും വേണ്ട. ശിവ ശിവ ബീഫ്. ഓഡിയൻസ് സങ്കടമുണ്ട് ഗൈസ്. എന്റെ വ്ളോഗ് മൂഞ്ചി ഗൈസ്. അങ്ങനെയൊന്നും കൗണ്ട് ഡൗൺ കാണാൻ പറ്റാത്തതിന്റെ സങ്കടം എനിക്ക് നല്ല രീതിയിലുണ്ട്. എല്ലാ വർഷവും ഒരു ന്യൂ ഇയർ ഉണ്ടല്ലോ. എല്ലാ വർഷവും ന്യൂ ഇയർ ഉണ്ട്, പക്ഷെ എല്ലാ വർഷവും നമുക്കിവിടെ വരാൻ പറ്റണമെന്നില്ല ഗൈസ്. പറ്റിയാലോ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത വർഷം നമ്മൾ ഇവിടെ കാണുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. ഉണ്ടെങ്കിലോ പറഞ്ഞല്ലോ ലൈഫാണ്, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി ഐ ഡോണ്ട് നോ, ബട്ട് ഐ വിഷ് 12 മണി വരെ നമുക്ക് നിൽക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. ആഗ്രഹം നടക്കട്ടെ. എങ്ങനെ നടക്കും? നിങ്ങൾ പോവുകയല്ലേ ഗൈസ്? യോഗ ഉണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിന്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ. ഈ കൊളാബറേഷനിലൂടെ നിങ്ങളുടെ വ്ളോഗറിന്റെ എന്താ അന്ത്യം ഞാൻ നമ്മള് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. 10 മണിക്ക് വീട്ടിൽ വിടാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊളാബ് ചെയ്യാൻ വന്നത്. ഏത് കൊളാബ്? എവിടത്തെ കൊളാബ്? അതൊക്കെ ഈ നല്ല കാശ് വന്നിട്ട് എന്നെ ഇറക്കിയത്. അല്ലെങ്കിൽ ഞാൻ വളരെ പ്രീമിയം ആയിട്ടുള്ള മനുഷ്യർക്ക് മാത്രമേ കൊളാബ്. ആ കാശിനാണ് ഈ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത്. 10 മണിക്ക് വീട്ടിൽ വിടാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയ്ക്ക് വീട്ടിൽ വിട്ടിട്ടില്ല. നമ്മൾ ഐസ്ക്രീം കുടിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് പക്ഷെ 12 മണി വരെ നിൽക്കണമെന്നാണ് ആഗ്രഹം. ഐ വോണ്ട് ടു സീ ദാറ്റ് കൗണ്ട് ഡൗൺ. നല്ല ലൈറ്റ് ഉണ്ടടാ. കൗണ്ട് ഡൗൺ ആൻഡ് സ്റ്റാർ പടക്കം പൊട്ടിക്കലൊക്കെ ഞാൻ വീട്ടിൽ സമാധാനിട്ട്. എനിക്ക് 12 മണിക്കുള്ള ടപ്പയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ കണ്ട് ന്യൂ ഇയർ തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇവർ സമ്മതിക്കുന്നില്ല. ബ്രോ കോളേജ് എന്നും ഉണ്ട് ബ്രോ. പക്ഷെ അറ്റൻഡൻസ് വേറെ ആരും തരില്ലല്ലോ. കോളേജിൽ ചെന്നാലേ തരത്തുള്ളൂ. ഒരു ദിവസമല്ലേ? ഈ ഒരു മാസത്തേക്ക് നീ ലീവ് എടുക്കണ്ട. നാളെ ഒരു ദിവസം നീ കോംപ്രമൈസ്. ഓക്കെ ആണ് മാനവീയത്തെ തിരക്കുകൾ. നമ്മൾ ഈ തിരക്കുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ അപ്പോൾ ബൈ ഗൈസ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വർഷം കാണാം. ടുമോറോ നോ കാണൽ, 6-ാം തീയതി തന്നെ കാണൽ. ബൈ. യൂട്യൂബർ ആണോ? നൈസ് ടു മീറ്റ് യു. ഞാൻ യൂട്യൂബറാ. പേരെന്താ? ആദിത്യ ആൻഡ് ഫാമിലിയോ? ആദിത്യ ആൻഡ് ഫാമിലി യൂട്യൂബ് ചാനലിന്റെ പേരോ? നൈസ് നൈസ്. മോളുടെ രണ്ടുപേരും ചാനലിലുണ്ടോ? മോളുടെ പേരെന്താ? അനവദ്യ. അനവദ്യ കൂടെ കുറച്ച് യൂട്യൂബേഴ്സ് ചേരുന്നുണ്ട് ഗൈസ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞു കൊടുക്കും. ഒന്നും കൂടെ പറ. പേര് പറ. നമ്മുടെ JK ലച്ചു. ഓക്കെ, സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഗൈസ്. നമ്മളെ കുട്ടി യൂട്യൂബേഴ്സിനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പേരെന്താണ് ചാനലിന്റെ? അർപ്പിത്. അർപ്പിതിന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് അല്ല, ആദത്തിനാണ് യൂട്യൂബ് ചാനൽ ഉള്ളത്, അർപ്പിതിനല്ല. ആദത്ത് ആൻഡ് ഫാമിലി. ഇതാ പോയി ഡിസേബിൾ ആയി. ഓക്കെ, അർപ്പിതില്ല, ആദത്ത് ആൻഡ് ഫാമിലി എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, പ്രൊമോട്ട് ചെയ്ത് കഴിച്ചു. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും വിഷ് ചെയ്യേ. ഹാപ്പി ന്യൂ ഇയർ പറ. ഞാൻ പേരില് പറയാനേ പറയുള്ളൂ. someone who I met, ഇവിടെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്ത ഒരു യൂട്യൂബറാണ്. പേര് പറഞ്ഞു കൊടുക്കുന്നു കൂടെ? അനവദ്യ. വളരെ വെറൈറ്റി നെയിമാണ് ഗൈസ്. ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നു ഇങ്ങനെ ഒരു പേര്. അയ്യോ സോറി. സോ ലെറ്റ്സ് ടേക്ക് എ പിക് ഗൈസ്. എന്തൊക്കെയോ എന്നെ പറ്റി പറയാനുണ്ട്, പറയടാ. താങ്ക് യു. ന്യൂ ഇയർ 12 മണി ആവുന്നവർ കാണുമല്ലോ. ഇവിടെ കാണുമല്ലോ. അപ്പം നമ്മൾ 3, 2, 1 ഹാപ്പി ന്യൂ ഇയർ പറയുമ്പം ഇവിടെ കാണണം. ഓക്കെ, പൂവി വിളിച്ച് പറയണം ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, നമ്മളും പോസ്റ്റ് ചെയ്യണം. നമ്മൾ ന്യൂ ഇയർ ആവണവരെ ഇവിടെ വെയിറ്റ് നിന്ന് നമ്മൾ ഒരു 20 മിനിറ്റും കൂടെ ഉള്ളൂ. നമ്മൾ ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് പൂവി വിളിച്ചിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ പ്ലേസ് എവിടാ? അതവിടെ എനിക്കറിയത്തില്ല ഗൈസ്. ട്രിവാൻഡ്രം തന്നെയാണല്ലോ. ഓക്കെ, ഞാൻ സെയിം അഡ്രസ് പറയുന്നു. ഓക്കെ, നമ്മളും അടുത്തടുത്ത് തന്നെയാണ്. നമ്മൾ ഒരേ നാട്ടുകാർ തന്നെയാണ് ഗൈസ്. ഐ മീൻ ട്രിവാൻഡ്രംകാർ തന്നെയാണ്. അപ്പം നമ്മൾ ന്യൂ ഇയർ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണുന്നതായിരിക്കും. സെയിം വ്ളോഗിൽ തന്നെ കാണുന്നതായിരിക്കും ന്യൂ ഇയർ ആയിട്ട്. ഓക്കെ, അടുത്ത കുട്ടി യൂട്യൂബേഴ്സ് ചേരുന്നുണ്ട് ഗൈസ് എൻ്റെ കൂടെ. ഓ നൈസ്. കസിൻസിന്റെ കൂട്ടമാണ് നമ്മൾ കാണുന്നത്. ഓ ദാറ്റ്സ് എ ട്രാജഡി ഗൈസ്. വളരെ ട്രാജഡിക്കാണ് കാര്യം. അതെ
ഗൈസ്. ഇവിടെ എന്തൊക്കെയോ പരിപാടി നടക്കാൻ പോകുകയാണ്. അവിടെ എന്തൊക്കെയോ കൂട്ടമുണ്ട് ഗൈസ്. ബ്രോ